നിങ്ങളൊന്ന് ആലോചിച്ചു, പറയാൻ കൊള്ളാവാ 5000 പ്രകാരം ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് പറയാൻ, പ്രണയിക്കുന്നുണ്ടെന്ന് പറയാൻ ആ തലയിൽ ആൾത്താമസമുള്ളവർ പറയുമോ? അല്ലാത്ത നമ്മളെല്ലാം അങ്ങനെ പ്രണയിക്കാത്ത നമ്മളെല്ലാം പൊട്ടന്മാരും ഷണ്ണന്മാരുമാണെന്നാണ് പറയണത്. ഇവരാൾക്ക് പറയാൻ കൊള്ളല്ല. ഇയാളെയൊക്കെ പിടിച്ച് ഊളം പറഞ്ഞയക്കേണ്ടതല്ലേ. ഒരുപാട് പല രാഷ്ട്രീയ നേതാക്കന്മാരും പെൺവിഷയത്തിൽ കാണിച്ച ആ സംഭവങ്ങൾ ലൈവായി ഇവിടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇമേജ് നഷ്ടപ്പെടാവുന്ന രീതിയിൽ കാണിച്ച സംഭവം നിങ്ങളെല്ലാം പറഞ്ഞു, എല്ലാവരും കാണിച്ചു. പല ഭാര്യമാരായി. ഇപ്പോൾ അവസാനം വന്ന ഭാര്യയുടെ പോലും ഒരു നീതി കാണിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമുള്ളതാണ്. കനകസിംഹാസനത്തിൽ നിൽക്കുന്ന ഇവൻ ഡംബനോ ചുരകനോ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കുറേ കൂടെ മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഇതിനും വഷളായ ഒരു മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനം ചെയ്ത ഒരു മന്ത്രി കാണുകയില്ല. ആരുമല്ല, മന്ത്രി എന്നല്ല, ആർക്കും ഇത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഒരു ഭാര്യ പരാതി പറഞ്ഞ് പിൻവലിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമല്ല. സമൂഹത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, പൊതുപ്രവർത്തന എന്ന നിലയിൽ ചില മാന്യതയും മര്യാദയുണ്ട്. അത് അദ്ദേഹം അശേഷം കാണിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭയ്ക്ക് വരെ ഒരു പുഴുക്കുത്താണ്. വളരെ ഭംഗിയായി ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഭരണം നടത്തിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സമയത്ത് ഇതുപോലുള്ള അപവാദങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കേണ്ടതല്ലേ. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വകുപ്പിൽ ഒരാൾ പോലും ചൊവ്വേ നേരെ അവസാനം വരെ ഇരുന്നു. ദാർഢ്യവും മാടമ്പിത്തരവുമാണ് വാക്കിലും പ്രവൃത്തിയിലുള്ളത്. പിന്നെ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സ്വന്തം ക്യാമറയും ആളുകളെയും കൊണ്ടു നടന്നുകൊണ്ട് നമ്പർ 1 മന്ത്രി എന്ന് പത്രത്തിലടുപ്പിക്കാൻ സാധിപ്പിച്ചു എന്നുള്ളതിൻ്റെ പിന്നിലെ ചരിത്രം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് വളരെ കേരളത്തിലെ ഗവൺമെൻറ്റിന് പറ്റിയ ഏറ്റവും അപജയമായിപ്പോയി. ഇതിന് ജനങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം.